പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മരുഭൂമികൾ പൂക്കുന്നത് കണ്ടിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമല്ലേ അത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് ഈ ചോദ്യം. വർഷങ്ങൾക്ക് മുൻപാണ് എഴുത്തുകാരായ എം.എൻ. വിജയനും സംഘവും ബഷീറിനെ കാണാനെത്തി. അദ്ദേഹം ആ സമയത്ത് ആരോഗ്യ സംബന്ധമായ ക്ലേശങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ശരീരമൊക്കെ വല്ലാതെ ശോഷിച്ച് നടക്കാനൊന്നും കഴിയുന്നില്ല. ലോകസഞ്ചാരം തുടങ്ങിയ കാലത്ത് താൻ മരുഭൂമി പൂക്കുന്ന അത്ഭുത ദൃശ്യം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് ബഷീർ പറഞ്ഞത്. ഘോരമായ മരുഭൂമിയിലൂടെ രാത്രി ഒറ്റയ്ക്ക് നടക്കുകയാണ്. ഭയാനകമായ നിശബ്ദതയിൽ ഓങ്കാരം പോലെ ഒരു മുഴക്കം. ആകാശം പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയ കിണ്ണം പോലെ തെളിഞ്ഞു വന്നു. നക്ഷത്രങ്ങളും ചന്ദ്രനും കുറെ കൂടി താഴോട്ടിറങ്ങി വന്ന് കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കാൻ തുടങ്ങി. പിന്നാലെ നാദവിഭ്രമം ചുറ്റും പരക്കാൻ തുടങ്ങി. അന്നേരം മരുഭൂമി നിറയെ പൂക്കൾ വിരിയാൻ തുടങ്ങിയത്രേ. കണ്ണു പറിച്ചെടുക്കാൻ പറ്റാത്ത വർണ്ണക്കാഴ്ച കണ്ട് താൻ അമ്പരന്നു എന്നാണ് ബഷീർ വിവരിച്ചത്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വിചിത്രമായ മറ്റൊരു ചോദ്യം കൂടി ബഷീർ ചോദിച്ചു. മനുഷ്യന് ശരീരത്തിൽ സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദന സങ്കല്പിക്കാൻ കഴിയുമോ എന്ന്. വേദനാജനകമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയതുകൊണ്ടാകാം വിജയൻ മാഷ് പെട്ടെന്ന് പറഞ്ഞു, സങ്കല്പിക്കാം. ബഷീർ മാഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അതിന്റെ 1000 മടങ്ങ് വേദന സങ്കല്പിക്കാൻ കഴിയുമോ? അപ്പോഴേക്കും മാഷങ്ങ് നിശബ്ദനായി. ചിരി മായ്ക്കാതെ ബഷീർ വീണ്ടും തുടർന്നു, അതിന്റെ 1000 മടങ്ങ് വേദനയാണ് ഞാനിപ്പോ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. വേദനയുടെ കടലിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ വാക്കുകളായിരുന്നു അത്. വേദന അത് മനസ്സിനായാലും ശരീരത്തിനായാലും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതാണ്. ഇന്ന് 2025 ജൂലൈ മാസം 30. കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ, ഒരിക്കലും മറക്കാനാകാത്ത, ഹൃദയത്തിൽ വലിയ നോവായി മാറിയ മുണ്ടക്കൽ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ശരിക്കും പറഞ്ഞാൽ വേദനകൾ സഹിക്കാനും മറക്കാനും കഴിയുന്നതല്ലേ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് സാധ്യമാകുന്നത് പരസ്പരമുള്ള സ്നേഹത്തിലും കരുതലിലുമല്ലേ. പച്ചപ്പർദീസയായിരുന്ന ഗ്രാമങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് ശൂന്യമാക്കിയ ഉരുൾപൊട്ടൽ മരണം വിതറി കടന്നുപോയപ്പോൾ നമ്മളെല്ലാവരും ഒന്നു ചേർന്നു. ഒരു രാത്രി കൊണ്ട് അനാഥരായ, ഒന്നുമില്ലാതായവരെ നമ്മൾ ചേർത്ത് പിടിച്ചു. അതല്ലേ സ്നേഹമെന്ന വികാരം തന്നെ. ഗ്രീസ് നാടകകൃത്തായ സോഫോക്ലിസിന്റെ വാക്കുകളാണ് ഈ നിമിഷം എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, വേദനയിലും നമുക്ക് സ്നേഹിക്കാം, കരുത്താകാം, പരസ്പരം ചേർത്ത് പിടിക്കാം. പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ വലിയ ദുഃഖത്തിലാക്കിയ, നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ മഹാദുരന്തം സംഭവിച്ചിട്ട് ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാക്കിയ ഒരു ജനതയെ മാറ്റിയിട്ടിന്ന് 1 വർഷം തികയുകയാണ്, 1 ആണ്ട് തികയുകയാണ്.